ഇതുപോലെ ജനങ്ങളെ വഞ്ചിക്കാൻ നാണമില്ലേ സർക്കാരെ? പുതിയൊരു എക്സാമും കൂടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി ഗോദി മീഡിയയോടും സെൻട്രൽ ഗവൺമെന്റിനോടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്, CBSE കോൺട്രവേഴ്സി, SSC കോൺട്രവേഴ്സി, ഇങ്ങനെയുള്ള പല കോൺട്രവേഴ്സീസും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോദി മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളത് മെലഡിയെ കുറിച്ചാണ്. എന്നാൽ അവരിപ്പോൾ ചർച്ചയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇനിയുള്ള നീറ്റിന്റെ റീ എക്സാം നടത്താൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണെന്ന്. അപ്പോൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗോദി മീഡിയയിലെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു അല്പം കമ്മിറ്റ്മെന്റ്, 100% കമ്മിറ്റ്മെന്റ് ഒന്നും കാണിക്കണമെന്നില്ല, ഒരു 10% കമ്മിറ്റ്മെന്റ് എങ്കിലും ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്ക് കാണിച്ചൂടെ? എങ്ങനെ കാണിക്കാനാണല്ലേ? അവർ 100% കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. അവർ വാങ്ങിച്ച പണത്തിനുള്ള കമ്മിറ്റ്മെന്റ് കൃത്യമായി 100% തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ അന്ധഭക്തന്മാരുണ്ട്, ഗോദി മീഡിയാസ് ഉണ്ട്. ഇതൊക്കെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഗ്ലോറിഫൈ ചെയ്യേണ്ടതാണോ? ഒരിക്കലുമല്ല. കാരണം ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ, അതായത് ആംഡ് ഫോഴ്സിന്റെ ഹെൽപ്പ് വേണം. ഹെൽപ്പിനെ തേടിയിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള, അതായത് നമ്മുടെ വിശ്വഗുരു എന്ന് പറയുന്ന അവരുടെ സർക്കാരിന് ഒരു എക്സാം പോലും കൃത്യമായ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് ആംഡ് ഫോഴ്സിന്റെ സഹായം വേണമെന്ന് പറയുമ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ? ഇതുപോലുള്ള ഒരു കാര്യത്തെയാണ് ഇവർ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സെൻട്രൽ ഗവൺമെന്റിനോട്, നിങ്ങൾ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തിയിട്ട് അതിനുള്ള സൊല്യൂഷൻ തന്നെയാണോ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല. നമുക്ക് ഈ എയർഫോഴ്സിന്റെ കാര്യം നോക്കാം. അതായത് എയർഫോഴ്സിന്റെ കാര്യം, ഇന്ത്യൻ എയർഫോഴ്സ് വിൽ ടൂക്ക് ഇൻ ടു നീറ്റ് റീ എക്സാം. ഏകദേശം 1000 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഇതിന്റെ ഒരു, അതായത് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്, ആർമി പിക്സ് അപ്പ് ദ നീറ്റ് എക്സാം പേപ്പർ ഫ്രം ദ പ്രിന്റിംഗ് സെന്റർ. പ്രിന്റിംഗ് സെന്റേഴ്സിൽ എന്ത് ചെയ്യും? ആർമി എന്ത് ചെയ്യും? ഈ നീറ്റ് എക്സാം പേപ്പേഴ്സ് എന്ത് ചെയ്യും? പിക്ക് ചെയ്യും. അതിനുശേഷം ആർമി ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസിൽ എന്ത് ചെയ്യും? ഇത് നിയറസ്റ്റ് എയർബേസിലേക്ക് എത്തിക്കും. അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് ചെയ്യും? ഈ ഫയൽസ് ഒക്കെ, അതായത് ഈ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കും എന്നാണ് പറഞ്ഞത്. ഇത് ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ CBI അന്വേഷണത്തിൽ CBI പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പേപ്പർ ലീക്ക് ആയിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തല്ല. അതായത് ഇതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നോക്കുന്നത്. പക്ഷേ CBIയുടെ ഇൻവെസ്റ്റിഗേഷനിലെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ലീക്കിംഗ് നടന്നിട്ടുള്ളത് അറ്റ് സോഴ്സ് ആണ്, സോഴ്സിൽ നിന്നാണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ് ഇത് ലീക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തി, അതായത് സെന്റേഴ്സിൽ എത്തിയതിനു ശേഷമല്ല ഇത് ലീക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ലീക്ക് നടന്നിട്ടുള്ള അറ്റ് സോഴ്സ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്തു? അതിനുള്ള ഒരു റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല. അതായത് അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് ഈ ലീക്കിന്റെ കാര്യത്തിൽ ഇവരിപ്പോ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലീക്കിന്റെ സൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ അല്ല, സോഴ്സസിൽ എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെയും ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെയാണ് ഗോദി മീഡിയയും സംഘികളും ചേർന്ന് ഗ്ലോറിഫൈ ചെയ്ത് വേറെന്തോ കാര്യം ചെയ്തു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രോബ്ലവും സൊല്യൂഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി CBSE കോൺട്രവേഴ്സിയിലേക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാവും. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽസും അതുപോലെ സ്റ്റുഡൻസും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് CBSEയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. അത് എന്ന് പറയുന്നത്, ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻ ഓൾ JNV എന്ത് ചെയ്യണം? are requested to actively support the CBSE on-screen marking evaluation. On-screen marking evaluation CBSEന്റെ പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ്. അതിൽ ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഗൈഡ് ലൈൻസ് പറയുന്നത്, ഇമ്മീഡിയറ്റ്ലി a minimum of 3 videos, different video must be uploaded from each JNV. എല്ലാ JNVയിൽ നിന്നും എന്ത് ചെയ്യണം? മിനിമം 3 ഡിഫറെന്റ് വീഡിയോസ് എങ്കിലും എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. ഈച്ച് ഓഫ് ദി 3 വീഡിയോസ് എന്ത് ചെയ്യണം? ഈ 3 വീഡിയോസും 3 ഡിഫറെന്റ് പേഴ്സൺസ്, ഒന്നെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അവരെന്ത് ചെയ്യണം? ഈ ഒരു കാര്യം ചെയ്യണം. അത് മാത്രമല്ല അവരുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഹാൻഡിൽസിലാണ് ഇവർ ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. The video should be shared across the platform like X, അതായത് ഫോർമലി ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് ചെയ്യണം? ഈ വീഡിയോസ് എന്ത് ചെയ്യണം? പരമാവധി ഷെയർ ചെയ്യണം. അതുപോലെ നോ വീഡിയോ ഷുഡ് ബി അപ്ലോഡഡ് ഫ്രം ദി ഒഫീഷ്യൽ JNV സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. JNVയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലോട്ട് എന്ത് ചെയ്യേണ്ട? ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്യേണ്ട. അതുപോലെ നെയിം ഓഫ് ദി JNV must not be mentioned anywhere in the video. ഈ വീഡിയോയിൽ എവിടെയും എന്ത് ചെയ്യേണ്ട? JNVയുടെ നെയിംസ് എന്ത് ചെയ്യേണ്ട? മെൻഷൻ ചെയ്യേണ്ട.
അതുപോലെ #, or mention Ministry of Education and CBSE. Once uploaded, the link to all 3 posts must be uploaded in the tracking Google Sheet. ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യണം, ഈ 3 വീഡിയോസിന്റെയും അതായത് പോസ്റ്റിന്റെയും ട്രാക്കിംഗ് ലിങ്ക് എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ അതായത് ഫോഴ്സ്ഫുള്ളി ആണ് കുറെ വീഡിയോസ്. ഇപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് വെച്ചുതരാം, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. Namaskar, I am Seema Bajaj, Principal, Remal Public School. Dear children, this year CBSE introduced the on-screen marking system, a major digital step that makes evaluation more accurate, transparent and reduces manual errors. Recent Class 12th CBSE results have naturally brought excitement, questions and anxiety for many students and parents. This year marks a historic transformation in the CBSE evaluation system with the introduction of on-screen marking. Batch of 2026. I am reaching out today to speak directly with you regarding the recent Class 12th results and to address some of the questions and answers that naturally accompany the crucial milestone. This year, CBSE has taken a massive step towards modernizing our examination ecosystem by introducing the on-screen marking system. I am Mrs. Deena Nair, Principal of New Era Senior Secondary School, Vadodara. I am reaching out today to speak directly with you regarding the recent Class 12 results and to address some of the questions and anxieties that naturally accompany this crucial milestone. This year, CBSE has taken a massive step towards modernizing our examination ecosystem by introducing the on-screen marking. Respected parents and dear students, I am Sarika Singh, Principal, Shreya Devi, Bhagirath Rakhi Maheshwari Vidyapeeth Surat. आज मैं आप सभी से CBSE क्लास 12 रिजल्ट्स और नए ऑन स्क्रीन मार्किंग सिस्टम के बारे में बात कर wish to address all the parents and students regarding the class 12th result. I understand the concern and anxiety of the student related to the new reformed introduced by CBSE, a significant step towards adopting technology by introducing OSM, that is on-screen marking. It was introduced with a Namaskar. The on-screen marking OSM system used by Central Board of Secondary Education help make evaluation faster, more accurate, transparent and secure. Since answer sheets are checked. ഓക്കെ, കണ്ടില്ലേ? ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ആണ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, അതുപോലെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില സ്റ്റുഡൻസ് ഇതിനെ എതിർത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്റ്റുഡൻസ് ഇത് മൂലം ബാധിക്കപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. പക്ഷെ അതൊക്കെ ഫേക്ക് ആണെന്നാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സ്റ്റുഡൻസ്, അതായത് അവരുടെ കൺസേൺ ആണ് അവർ പുറത്തു വന്നിട്ട് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു 5-6 വീഡിയോ മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് ഏകദേശം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഇതിലുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന്, CBSE പ്രശ്നമൊന്നുമില്ല, CBSE കോൺട്രവേഴ്സീസ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പുതിയൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും സക്സസ്ഫുൾ ആണ്, ഒരു കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരും ചെയ്യുന്നത്. ആ അവസ്ഥ നോക്കണം. അതായത് ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ആ എക്സാം എന്താണ് കുഴപ്പമൊന്നുമില്ല എന്ന് ടീച്ചേഴ്സിനെ കൊണ്ടും സ്റ്റുഡൻസിനെ കൊണ്ടും അതുപോലെ പ്രിൻസിപ്പളിനെ കൊണ്ടും ഒക്കെ പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു ഗവൺമെന്റിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. എത്രത്തോളം അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ഇവാലുവേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് ട്രയൽ റണ്ണിൽ തന്നെ പിഴവുകൾ കണ്ടെത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതായത് 36 പോരായ്മകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതിനെയൊക്കെ അവഗണിച്ചിട്ടാണ് ഈ ഒരു പറയുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട്. അതായത് മനഃപൂർവ്വം കുട്ടികളുടെ ഭാവി വെച്ച് ഇവര് പരീക്ഷണം നടത്തിയിട്ടുള്ളതാണെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു എക്സാം ക്യാൻസൽ ചെയ്തു ഞാൻ പറഞ്ഞു. അതായത് CUET എക്സാം ആണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഒരുപാട് സെന്റേഴ്സിൽ ഡിലേ ആയിട്ട് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ചില സെന്റേഴ്സിൽ എക്സാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം പറഞ്ഞിട്ടുള്ളത് ഈ NTA സർവേയർ ഔട്ടായി പോയതാണ്.
അതായത് അടിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പലയിടത്തും എക്സാംസ് പല കാൻഡിഡേറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം കംപ്ലീറ്റ്ലി CUET എക്സാം കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷെ പല സെന്റേഴ്സിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പല സെന്റേഴ്സിലും ക്യാൻസൽ ചെയ്യാതെ ഡിലേ ആയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനായാലും ഇപ്പോൾ പല എക്സാംസും, അതായത് നീറ്റ് ആവട്ടെ, CBSE ആവട്ടെ, SSC ആവട്ടെ, ഇപ്പോൾ CUET ആവട്ടെ, എല്ലാ എക്സാംസും ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രോപ്പറായിട്ട് എക്സാംസ് പോലും നടത്താൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. അതായത് റെസ്പോൺസിബിലിറ്റി ആരും ഏറ്റെടുക്കുന്നില്ല. CBSE ഏറ്റെടുക്കില്ല, നീറ്റിൻ്റെത് എടുക്കുന്നില്ല, NTA എടുക്കില്ല, എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ എടുക്കില്ല, ഗവൺമെന്റ് എടുക്കില്ല. റെസ്പോൺസിബിലിറ്റി ആർക്കും എടുക്കാൻ പറ്റില്ല. പിന്നെ ആരോടാണ് ഇപ്പൊ ചോദ്യം ചോദിക്കേണ്ടത്? ചോദ്യം ചോദിക്കേണ്ട മീഡിയ ആണെങ്കിൽ ഗോദി മീഡിയ. അവരാണെങ്കിൽ ഇതിനെയൊക്കെ മെലഡി വെച്ചിട്ട് അങ്ങ് ഡിഫെൻഡ് ചെയ്യുന്നു. അതായത് മെലഡി ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏതാണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പൊ തീരുമാനമാകും. കാരണം എക്സാംസ് പോലും പ്രോപ്പറായിട്ട് നടത്താൻ പറ്റാതെ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സഹായമൊക്കെയാണ് തേടിയിട്ടുള്ളത്. എക്സാം നടത്താനാണ്. അതായത് ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്യേണ്ട, ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ഫോഴ്സാണ്. അവരെ കൊണ്ട് ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യിക്കാനുള്ള പുറപ്പാടിലാണ് നമ്മളുടെ സർക്കാർ.